ഹലോ, ലെറ്റസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് കുറച്ചധികം സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഇന്നെൻ്റെ വളകാപ്പാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞങ്ങൾ കുറേ ആയിട്ട് പ്ലാൻ ചെയ്തൊരു പ്രോഗ്രാമാണ് വളകാപ്പ് എന്നുള്ളത്. കാരണം ഞങ്ങൾ വിചാരിച്ച ടൈമിലേക്ക് ഞങ്ങൾക്ക് ഇത് സെറ്റാക്കാൻ പറ്റിയില്ല. കാരണം അച്ഛനും ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അച്ഛൻ വന്നിട്ട് എല്ലാവരും കൂടെ കൂട്ടി എല്ലാവരും വിളിച്ചിട്ടുള്ള അമ്മായിമാരും അങ്ങനെ ഓണത്തിന് അവരും വന്നിട്ടില്ല. അപ്പോൾ അവരൊക്കെ വന്നിട്ട് സെറ്റാക്കാൻ വെച്ച ഒരു പരിപാടി കൂടെയാണ് വളകാപ്പ് പറയുന്നത്. ശരിക്കും ഞങ്ങൾ ഫസ്റ്റത്തെ പ്ലാൻ എന്താ വിചാരിച്ചാൽ, ഞങ്ങൾ ആനിവേഴ്സറിൻ്റെ ടൈമിൽ, അതായത് സെപ്റ്റംബർ 8 അന്നത്തേക്കായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ അന്ന് ആ ഒരു ടൈമിൽ നടത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഡേറ്റ് കണ്ടത് ഇന്നേക്കാണത്, സെപ്റ്റംബർ 21. ഇന്നത്തേക്കാണ് ഞങ്ങൾ ഡേറ്റ് അങ്ങനെ ഫൈനലി സെറ്റാക്കി വെച്ചത്. അപ്പം എന്താ പറയുക, ഇന്നിപ്പോൾ നടക്കാൻ പോകാനാണ്. കുറേ ഭയങ്കര എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണോ എന്തുകൊണ്ടൊക്കെയാണ് അറിയില്ല, ഭയങ്കര സന്തോഷമാണ്. ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ, അമ്മമാരായാലും മക്കളായാലും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഓരോ പണിയിലാണ്. അപ്പോൾ ഇന്നലെ തൊട്ടേ തുടങ്ങിയതാണ്. കാരണം പരിപാടിൻ്റെ തലേന്നേ തുടങ്ങുള്ളൂ ആഘോഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും അമ്മായിമാരും മക്കളൊക്കെ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഉഷാറായിന് എല്ലാവരും. എന്താ പറയുക, ഇന്നലെ തൊട്ടേ ഭയങ്കര ഉഷാറാണ്. വേറെ ഒന്നുമല്ല, അതായത് ഇവിടെ കല്യാണം പോലും ചെറിയ പരിപാടിയായിട്ട് അവിടെ നടന്നത്. അപ്പോൾ അതിന് മുന്നേ എന്ന് പറയുന്നത് ഈ വീട്ടിൽ വെച്ചിട്ട് ഇവിടുത്തെ കുടിക്കലാണ് കുറച്ച് ഗ്രാൻഡായിട്ട് നടന്നത്. അപ്പോൾ അതിന് ശേഷം നടക്കാൻ പോകുന്ന കുറച്ച് വലിയ പരിപാടിയായിട്ട് നടത്താൻ പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ വളകാപ്പാണ്. അതായത് തലേന്ന് എല്ലാവരും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കി സെറ്റായിട്ട് ഞങ്ങൾ നടത്താൻ പോകുന്നൊരു പരിപാടിയാണിത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. എനിക്ക് മാത്രമല്ല കേട്ടോ, അതായത് ഹാലുവിനാണെങ്കിലും അമ്മയ്ക്കും അച്ഛനും നീതുനും എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞു. അത് ഞങ്ങൾ രണ്ടുപേരുടെ ലൈഫിൽ പറഞ്ഞാൽ എല്ലാം വളരെ പെട്ടെന്ന് നടക്കുന്ന സംഭവങ്ങളാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ കല്യാണമാണെങ്കിലും ഞാൻ പ്രഗ്നൻ്റ് ആയതാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കുന്നതൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന പ്ലാനുകളൊക്കെ ആവും. കാരണം ഞങ്ങൾ മുന്നേ കൂട്ടി അങ്ങനെ സെറ്റാക്കി വെക്കണമെന്നും ഞങ്ങൾ ലൈഫിൽ നടന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ കളർഫുള്ളായിട്ട് നടക്കുകയും ചെയ്യും. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും കൂടുതലും സന്തോഷം തരുന്ന മൊമെൻറ്റ്സ് ആവും ചെയ്യും. അതേപോലത്തെ ഒരു മൊമെൻ്റാണ് ഇന്ന് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. എനിക്കാണ് അത്രയ്ക്കും സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണെന്ന്. കാരണം പ്രഗ്നൻ്റ് ആയതിനു ശേഷം പെട്ടെന്ന് ആ ദിവസം പോയി അറിയില്ല. കാരണം വെറും വളകാപ്പ് മാത്രമല്ല, ഇന്നത്തെ ഡേക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റി വേറെയും കുറേ ഉണ്ട്. അതെന്താണെന്നൊക്കെ വഴിയെ നിങ്ങൾക്ക് അറിയാം. പിന്നെ എന്താ വെച്ചാൽ, ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഇന്നേക്ക് കറക്റ്റ് 9 മാസത്തേക്ക് ഞാൻ കിടക്കും കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് ഇന്നത്തെ ഡേക്ക്. അപ്പോൾ സെപ്റ്റംബർ 21 ഇന്ന് ഞങ്ങൾ അങ്ങനെ ഫൈനലി ഞങ്ങളെ വളകാപ്പ് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തൊക്കെയാണെന്നൊക്കെ വഴിയെ കാണാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇന്നലത്തെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ തലേന്ന് ഫുള്ള് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഇങ്ങനെ കണ്ടിട്ട് വരാം. ഓക്കെ, പരിപാടി എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഫേസ് മാസ്ക് ഇടൽ ഇവിടെ ഒരു അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഓൾറെഡി ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇട്ട് നിൽക്കുകയാണ്. ഉദാസീനും ഇട്ടു, മിന്നേതിട്ടു, അടുത്തത് മിന്നു വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ ഒരാളും കൂടെ ഇട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ട് അച്ചമ്മക്കിളി പോയി നിൽക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട്, അതായത് വൈകുന്നേരം ആകുമ്പോഴത്തെ എല്ലാവരും എത്തുമല്ലോ, അതിന് മുന്നേ അതെല്ലാം തീർത്ത് നിൽക്കാനുള്ള പണിയാണ്. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്കും തന്നെ എല്ലാവരും അമ്മായിമാരൊക്കെ എത്തിയിട്ടുണ്ട്. പാറു എത്തി. ഞാനിവിടെ വളകാപ്പ് എഴുതിക്കൊണ്ട് നിൽക്കുകയാണ്, സെറ്റാക്കിയിട്ട് കാണിക്കുക. പിന്നെ അത് എനിക്ക് നാളെ കൊടുക്കാനുള്ള സാരിയാണ് ഈ അയൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ വളകാപ്പിനുള്ള ഡെക്കറേഷന്, അതായത് ഇലയൊക്കെ ഒന്ന് ഓർഡറിലാക്കി സെറ്റാക്കുകയാണ്. അനുശേഷിയുണ്ട് കൂട്ടിന്. പിന്നെ അമ്മായിമാരെല്ലാവരും അടുക്കളയിൽ ചെറിയ പണിയിലാണ്. നാളേക്കുള്ള സാമ്പാറിനുള്ളൊക്കെ അരിഞ്ഞുണ്ടാക്കുകയാണ് അമ്മയൊക്കെ. അമ്മമ്മ ആണെങ്കിൽ അവിടെ സാമ്പാറിനുള്ള തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മമ്മയ്ക്ക് കൂട്ടുന്നത് അവിടെ മിൻറ്റി ചേച്ചിയുണ്ട്, സിദ്ധുണ്ട്. മിൻറ്റി ചേച്ചി ഞങ്ങൾ ആദ്യമായിട്ടാവും വീഡിയോയിൽ കാണുന്നുണ്ടാവും. ചേച്ചി ഇവിടെ നാട്ടിലില്ലേനു. അപ്പോൾ ചേച്ചി വന്നിട്ട് ഉള്ള ആദ്യത്തെ വീഡിയോയും കൂടിയാണിത്. അപ്പോൾ ചേച്ചീൻ്റെ ഹസ്ബൻഡ് മിസ്സിങ് കേട്ടോ. ഒരു ചെറിയ ട്രിപ്പിലാണ്. അപ്പോൾ ആളൊരു കുറവും കൂടി ഈ വീഡിയോയിൽ നല്ലവണ്ണം കാണുന്നുണ്ട്. സിദ്ധു, ആൾക്കൊരു റിയാക്ഷനും ഇല്ല. എപ്പോഴും ഉള്ള പോലൊക്കെ തന്നെ
പിന്നെ ഞാനിതാ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് പെയിൻറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പാറു വന്നേ പാടും മൈലേഞ്ചൊക്കെ എടുത്താണ്ട് ഇതാ ഞാൻ ചേച്ചി ഞാൻ വരച്ചോളാം പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നോളാ പണി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആരും എന്നോട് നാളത്തെ പരിപാടീനെ പറ്റിയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതാ കയ്യിലിട്ട മൈലാഞ്ചി കാണിച്ചു തരാൻ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഇടയ്ക്ക് ഓരോന്നും അങ്ങനെ പറയുന്നുണ്ട്. അപ്പം നീതും ഇങ്ങനെ ഏകദേശം എല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കാണാനത് അച്ഛമ്മമാരും ഏട്ടനും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ വളകാപ്പ് എഴുതാൻ തന്നത് അതാണ് സെറ്റാക്കി കൊടുത്തു. അപ്പോൾ ഈ സെൻറ്ററിൽ വെച്ചിട്ടുള്ള ഗണപതീൻ്റെത് അത് ഞങ്ങൾ തലേന്ന് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഐഡിയയിൽ അങ്ങനെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം. പിന്നെന്താ ഞങ്ങൾ ഹാളിൽ തന്നെയാണ് ഒക്കെ സെറ്റ് ചെയ്യണത്. ഹാളിൽ ജനലിൻ്റെ ഭാഗത്ത് അവിടെ ലാലുവിൻ്റെ ഐഡിയ ആണ്, അവിടെ വെച്ചിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. എന്നിട്ട് ബാക്കി മാല ഒറിജിനൽ പൂവല്ല, ഞങ്ങൾ പരിപാടിക്കല്ല ഒറ്റ ദിവസത്തെ യൂസ് അല്ല വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ബാക്കി ഡെക്കറേഷൻ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ഒരു ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഇങ്ങനെ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പണികളൊക്കെ ഒരു വിധം കഴിഞ്ഞുകൊണ്ട് എല്ലാവരും ഈ ഡെക്കറേഷൻ പരിപാടി കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കുകയാണ്. അപ്പോൾ ഗണപതിനെ എവിടെ ഫിക്സ് ചെയ്യും എന്നുള്ളത് കുറേ നേരത്തെ കൺഫ്യൂഷൻ ആയിരുന്നു. അവസാനം സെൻറ്ററിൽ തന്നെ വെക്കുക എന്നുള്ളൊരു തീരുമാനമായി. അങ്ങനെ എല്ലാവരും ഇതാ ഓരോരുത്തർ ഓരോ സൈഡായി പണിയൊക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ. അപ്പോൾ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അവസാനം ഞങ്ങളെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായതാണ് നാളേക്ക് ഒരു ചെറിയൊരു ഡാൻസൊക്കെ പ്ലാൻ ചെയ്യാന്ന്. അപ്പോൾ മിൻറ്റേജിൻ്റെ പ്ലാനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂട്ടിക്കാണ്ട് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സീനു, നീതു, മിന്നു, പാറു എല്ലാവരും ഉണ്ട്. പക്ഷെ പാറു കളിക്കുന്നില്ല പറഞ്ഞ ആൾ വേഗം സൈഡായി. അപ്പോൾ ഇന്ന സെൻറ്ററിൽ വെച്ചാണ്ടുള്ള പരിപാടിയാണ്. അത് ഒരാൾ കളിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ കിടന്ന് നല്ല ഉറക്കമാണ്. ആളിടയ്ക്ക് പോയാണ് സീനു കുറേ വിളിച്ച് ഉണർത്താൻ നോക്കി, പക്ഷേ ആൾ ഉണരുന്ന തന്നെയില്ല. പിന്നെ സിനുവിൻ്റെ ഓരോ കോപ്രായം കൊണ്ട് അങ്ങനെ നേരെ പോയതറില്ല. ഇത് ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആർക്കും എന്തോ ഒന്നും ഉറക്കമില്ല, ഒന്നുമില്ല എന്നുള്ള കോലത്തിലായി. പക്ഷേ സത്യം പറഞ്ഞാൽ കുറച്ച് ടയേർഡാണ്. പക്ഷെ എന്നാലും തന്നെ നാളേക്കുള്ളൊക്കെ ഇതിങ്ങ് ഒരുക്കങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ അതൊക്കെ ഒന്ന് മറന്നാണ്ട് ഇങ്ങനെ ഫുള്ളായി ഫുള്ളും പവറിൽ അങ്ങനെ നിന്ന്. ഇതിൻ്റെ ഇടയിൽ നല്ല സൗണ്ടിലെ പാട്ടിട്ട്, പക്ഷേ സീന് പോയി ഞാൻ ഓണത്താൻ നോക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, പക്ഷെ ഓൻ അറിയണ തന്നെ ഇല്ല. പിന്നെ അവസാനം ഞാനും കൂടെ ഇറങ്ങി കളി തുടങ്ങി. ജസ്റ്റ് ഇങ്ങനെ പ്രാക്ടീസ് എന്നെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ ഇങ്ങനെ ചെറുതായി കാരണം തലേന്ന് അതായത് ഇന്ന് എന്താ പറയുക രാവിലെ തൊട്ടുള്ള നിൽക്കലും നടത്തൊക്കെ ആയിട്ട് ഒരുവിധം വയ്യാതായി നിൽക്കണം. പിന്നെ നാളെയും ഫുൾ ഇങ്ങനെ പരിപാടിയെല്ലാം കരുതിയിട്ട് കഴിയണ പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നിന്നിങ്ങനെ 2 സ്റ്റെപ്പൊക്കെ ഇങ്ങനെ വെച്ച് അവരുടെ കൂടെ നിന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്ന് കിടക്കാൻ. തലേന്ന് രാത്രി കിടന്നുറങ്ങാൻ ലേറ്റായതുകൊണ്ട് രാവിലെ എണീക്കാൻ ഞാൻ അതേപോലെ നല്ലോണം ലേറ്റായി പോയി. ഇവിടെ ആണെങ്കിൽ എല്ലാവരും എണീറ്റ് പണിയൊക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലു ആണെങ്കിൽ നേരത്തെ പോയി ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ബാക്കിയുള്ളവരൊക്കെ അത് അവിടെ ഫുഡൊക്കെ അങ്ങനെ സെറ്റാക്കി കൊണ്ട് നിൽക്കുകയാണ്. ഇപ്രാവശ്യമാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കാൻ പ്ലാനുള്ളത്. അപ്പോൾ ബിരിയാണിയും കപ്സയാണ് പ്ലാനിലുള്ളത്. പിന്നെ കൂട്ടത്തിൽ സൈഡായിട്ട് ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ അവിടെ വിച്ചാത്ത എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയച്ഛനും വിച്ചാത്ത മേമ്മ അമ്മായിമാരെല്ലാവരും കൂടെ തുടങ്ങിയിട്ട് ഉള്ളത്. ഞാനാണെങ്കിൽ ഇങ്ങനെ മണ്ടിപ്പായാൻ വയ്യല്ലോ എന്ന് കരുതി ഒരു സൈഡിലിരുന്നതാ സവാള അരിയാനും ഇതിനൊക്കെ കൂടി കൊടുത്തു. പിന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ അല്ലേ ചെയ്യുക. അപ്പോൾ ഇതാ പിന്നെ തൈരിനുള്ളതൊക്കെ ഇങ്ങനെ സെറ്റാക്കി കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മിന്നുവാണ് എൻ്റെ കൂടെ ഹെൽപ്പിനുള്ളത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാനും. ഒരാൾ മാത്രമല്ലല്ലോ, അപ്പോൾ എല്ലാവരും ഫ്രഷായി എന്ന് വരണമെങ്കിൽ ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണ്ടേ. അപ്പോൾ തൈരൊക്കെ ഏകദേശം ഇങ്ങനെ സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ കപ്സയ്ക്കുള്ള സോസ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സെക്ഷനാണ് ഇങ്ങനെ തിരിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതാണെങ്കിൽ ഇവിടെ ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ബിരിയാണിക്കുള്ള പരിപാടിയൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ കപ്സേൻ്റെ പരിപാടി അതും നടക്കുന്നുണ്ട്. മിച്ചാത്തയാണ് പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഉള്ളിലാണെങ്കിൽ ബാക്കിയുള്ളവർ ഓരോ ചെറിയ പണികളിലായിട്ട് ഒരാളും വെറുതെ നിൽക്കണില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ചെറിയച്ഛനും എന്തോ ഇളക്കണേൻ്റെ ഇടയിൽ കൂടെ വന്നാണ്ട് സവാള എന്തോ കുറവാണ് പറഞ്ഞാണ്ട് ചെറിയച്ഛനും കൂടെ നിന്നാണ്ട് അരിയണൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എല്ലാവർക്കും ഒന്ന് ചായ കുടിക്കാൻ. അപ്പോൾ ചായക്ക് ഉപ്പുമാവും പാർട്സൊക്കെ അവിടെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കുടിക്കുക എന്നുള്ളതിലാണ്. അപ്പോൾ ബിരിയാണിക്കുള്ള മസാല ഇങ്ങനെ ചെമ്പിലങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പോയി ഫുഡ് കഴിച്ചു. എന്നാൽ വിശപ്പ് സഹിക്കാൻ വയ്യ. രാവിലെ എണീറ്റപ്പോൾ തൊട്ടൊന്നും കഴിച്ചിട്ടില്ലേനു. അപ്പോൾ ഞാൻ ആദ്യം പോയി കഴിച്ചു. ഉപ്പുമാവും നല്ല പാർട്സ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ചായ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാൻ വിചാരിച്ചു. അപ്പോൾ അത് അടുപ്പത്ത് ചിക്കൻ ഫ്രൈ ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റാകുമ്പോഴത്തേക്ക് ഞാൻ കുളിച്ചിട്ട് വരാം.
കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ ഞങ്ങളൊന്നും കൂടെ പ്രാക്ടീസിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ നന്ദുവിനെ കിട്ടിയിട്ടില്ലല്ലോ. രാവിലെ തന്നെ അവനെ പിടിച്ചാണ്ട് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അത് അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇന്നലെ വീട്ടിലില്ലേനും ഡ്യൂട്ടി ഉണ്ടായിട്ട്. അപ്പോൾ രാവിലെ എത്തിയപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് കണ്ടപ്പോൾ കൂടെ 2 സ്റ്റെപ്പ് ഇടാനും കൂടെ അച്ഛൻ നിന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ബാക്കി ചെറിയ സ്റ്റെപ്പൊക്കെ വെച്ചാണ്ട് ഒന്നുകൊണ്ട് സെറ്റാക്കിയിട്ട് ജസ്റ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒറ്റയ്ക്ക് കൊടുത്താൽ ആകെ കോലം കിടുമല്ലോ വിചാരിച്ചുകൊണ്ട് അമ്മേനെ കൊണ്ട് രജമ്മേനെ കൊണ്ടാണ് സാരി കൊടുപ്പിച്ചത്. അപ്പോൾ നല്ല നീറ്റായിട്ടൊക്കെ സാരി കൊടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി മേക്കപ്പ്, ഹെയർ ഇതൊക്കെ സെറ്റാക്കലാണ്. അപ്പം ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കാൻ ഇതാ അവിടെ എല്ലാവരും ഉണ്ട് കൂട്ടത്തിൽ. അപ്പോൾ എങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പ്രത്യേകിച്ച് ഓൾറെഡി പ്ലാനിങ്ങും കാര്യങ്ങളായിട്ട് മുന്നേ ചെയ്തിട്ടില്ല. പക്ഷേ ഒക്കെ പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഓരോന്ന് സെറ്റാക്കി തരാൻ പറഞ്ഞപ്പോൾ ഞാനങ്ങോട്ട് ഇരുന്നെടുത്തു. ബാക്കി പണികളൊക്കെ അവരിങ്ങനെ അവരവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്ത് അങ്ങനെ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ വന്നാണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കണ്ടിട്ട് ഇങ്ങനെ ഓരോ അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. കുഴപ്പമൊന്നും ഇല്ലാത്ത രീതി. കാരണം ആകെപ്പാടെ ഒരു റിക്വസ്റ്റ് മാത്രം ഞാൻ ഓരോടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കല്യാണത്തിനായ പോലെ എൻ്റെ കോലം മാറ്റിയിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട. ജസ്റ്റ് ഞാൻ എങ്ങനെയുള്ള വെച്ചാൽ ആ ഒരു കോലത്തിൽ തന്നെ മതി എന്നുള്ള ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പം മിൻറ്റ് ചേച്ചി സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് ചേച്ചീൻ്റെ ഇടയ്ക്ക് അങ്ങനെ ചെയ്യണം. അപ്പം മുടി കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് എക്സ്റ്റൻഷനൊക്കെ യൂസ് ചെയ്താണ്ട് ചേച്ചീൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങനെ ഒക്കെ സെറ്റാക്കി തന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് തന്നെ. അപ്പോൾ സാരി ഉടുക്കാനാണെങ്കിൽ അമ്മായി ഉണ്ടായിരുന്നു, മുടിയൊക്കെ സെറ്റ് ചെയ്യാൻ നീതു, മിൻറ്റ് ചേച്ചി, ബിന്നു. മേക്കപ്പിനായതുകൊണ്ട് ഞാൻ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവറായിട്ടൊന്നും ചെയ്യേണ്ട. കാരണം എൻ്റെ കോലം ഒരുവിധ കാണുന്നവർക്കൊക്കെ അറിയുണ്ടാവും. ഓവറായിട്ട് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ പിന്നെ ആ ഒരു കോലത്തിൽ തന്നെ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് അധികം ഒന്നും ചെയ്യരുത് എന്നുള്ള ആദ്യമേ ഞാൻ പറഞ്ഞേൽപ്പിച്ചു. അപ്പോൾ പിന്നെ മേക്കപ്പിന് പിന്നെ അവസാനം മനീഷ ചേച്ചിനെ വിളിച്ചു. അപ്പോൾ ചേച്ചി വന്നിട്ടാണ് ഫേസിലുള്ള എല്ലാ പരിപാടികളും ചെയ്തു തന്നത്. അപ്പോൾ ഓക്കെ, കല്യാണത്തിൻ്റെ അന്നത്തെ കോലത്തിനേക്കാളും കുറച്ചും കൂടി എനിക്ക് ഇന്നെ തന്നെ ആയിട്ട് തോന്നിയൊരു നല്ല കോലത്തേക്ക് തന്നെ ആക്കി തീർത്തിട്ടുണ്ട്. അപ്പം ഹെയറൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ പൂവ് കൊണ്ടുവന്നു, അത് വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ആരേതായാലും കുറേ ടൈം എടുത്തിട്ടുണ്ട് പണിക്കൊക്കെ. ഞങ്ങളൊരു 10 മണിയൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹെയറൊക്കെ സെറ്റ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും അറിയാമല്ലോ, മേക്കപ്പ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ കുറച്ച് ടൈം എന്തായാലും പിടിക്കുമല്ലോ. അതൊക്കെ അവർ സെറ്റാക്കി തന്നു. എന്തായാലും വിചാരിച്ചാലും നല്ല ഭംഗിയിലായിട്ട് തന്നെ അവരൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവർക്ക് പോയിട്ടൊന്ന് ഫ്രഷായി വന്നിട്ട് അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യൊക്കെ വേണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ലാല് വന്നാണ്ട് പോണൊക്കെ ഉണ്ട്, ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ. എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ വന്നാണ്ട് ഞാൻ സജഷനായാലും ചെയ്തതിന് അഭിപ്രായം പറഞ്ഞാൽ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പുറത്ത് വേറെ ആരൊക്കെയോ വരുന്നുണ്ട്. കാരണം റിലേറ്റീവ്സായിട്ടും എൻ്റെ ഫ്രണ്ട്സായിട്ടും ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അവരെ പോയി ഒന്ന് കണ്ടുപോകുന്നു. ബാക്കി പിന്നെയും പരിപാടികളൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് അങ്ങനെ വന്നു. അപ്പോൾ ഹെയറൊക്കെ സെറ്റാക്കി കഴിഞ്ഞപ്പോൾ മനീഷ ചേച്ചിയാണ് ഫേസിലൊക്കെ ഒന്ന് ജസ്റ്റ് മേക്കപ്പൊക്കെ ഒന്ന് സെറ്റാക്കി തരുന്നത്. അപ്പോൾ പവ്യാനി ഉണ്ട് അതിന് കൂടെ ഇങ്ങനെ ഞാനിങ്ങനെ ഓരോന്നിടുമ്പോൾ മതി വരുന്നു ഇങ്ങനെ നിർത്താൻ വേണ്ടി നോക്കി. പക്ഷേ പരിപാടിയല്ലേ, കുറച്ച് നിന്നോട്ടെ എന്നുള്ള രീതിക്ക് അവരും തന്നെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ അവിമോളുണ്ട് ചേച്ചി പവ്യാനിൻ്റെ കയ്യിൽ. ആൾക്ക് ഭയങ്കര മടിയാണ് ഇന്ന് ഈ കോലത്തിൽ കണ്ടിട്ട്. കുറേ കണ്ടിട്ടിപ്പോൾ. അങ്ങനെ 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഈ പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ അച്ഛനെ കൊണ്ടാണ് ഫസ്റ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ആർക്കും അങ്ങനെ പരിചയമില്ല. കാരണം ആദ്യമായിട്ടാണ് ഫാമിലിയിൽ ഇങ്ങനെ ഒരു ഫങ്ഷൻ നടക്കുന്നത്. അപ്പോൾ അതിന് എങ്ങനെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് നീതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഫസ്റ്റിൻ്റെ ഫേസിലിട്ടപ്പോൾ നീ ലാലുവിന് ഒരു പണി കൊടുക്കണമല്ലോ എന്നുള്ള രീതിക്ക് ലാലുവിൻ്റെ ഫേസിൽ ഇട്ട് കൊടുത്താണ്. വന്നിരുന്ന് കുടുങ്ങിയോ എന്നുള്ളൊരു മൈൻഡിലാവും. പിന്നെ ഏതായാലും രസമല്ലേ ഇതൊക്കെ. അപ്പോൾ ആ ഒരു മൈൻഡിൽ ലാലും കൊടുത്തു. അപ്പം അങ്ങനെ എല്ലാം ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പരിപാടിയൊക്കെ അങ്ങനെ സെറ്റായതുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വന്ന റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും വന്ന് ഇങ്ങനെ വളടലും മധുരം തരലും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ചടങ്ങ് ഇങ്ങനെ കുറച്ച് നീണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇങ്ങനെ ഇടയിൽ വരുന്ന ആളുകളൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയാം.
അച്ഛനും അമ്മയും വന്നതിന് ശേഷം പിന്നെ ലാലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം മധുരം തന്നു, പിന്നെ കയ്യിൽ വിളക്കിട്ട് തന്നു. എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ. എന്താ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ചടങ്ങൊക്കെ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതെ നിന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച്. പിന്നെ അതിന് ശേഷം വന്നത് നീതും മിന്നാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇതാ എനിക്ക് വേണ്ടിയിട്ട് മാച്ചിങ് ആയിട്ടുള്ള സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര ലുക്കിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഓരോ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ഓരോരുത്തരായിട്ട് വന്നു. ഫോട്ടോസ് എടുക്കലും മധുരം തരലും അങ്ങനെ പോയി. റിലേറ്റീവ്സൊക്കെ വന്നതിന് ശേഷം പിന്നെ ഫ്രണ്ട്സ് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ നീതുവിൻ്റെ ഫ്രണ്ട്സാണ് ശ്രീഷ്മി, അനുശ്രീ, അവരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞാൽ 5ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിക്കുന്ന അത്ര തിക്ക് ഫ്രണ്ട്സായിട്ട് അവരാദ്യം വന്നുകൊണ്ട് വിളക്കിട്ട് തന്നു, മധുരം തന്നു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം വന്നത് അമ്മമ്മയും അമ്മച്ചനാണ്, എൻ്റെ അമ്മയും അച്ഛനാണ്. പിന്നെ അതിന് ശേഷം നന്ദു വന്നു. പിന്നെ വന്നത് എൻ്റെ ഫ്രണ്ട് ലക്ഷ്മിയും അവളെ അമ്മയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ഷിംന, ലിൻസിയ, അതേപോലെ ലാലുവിൻ്റെ ഫ്രണ്ട് കുക്കുത്താട്ടന്, അമ്മു, പിന്നെ മൃദുല വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നത് ഫയാസാക്ക, അവരുടെ വൈഫ് വന്നു. പിന്നെ അതിന് ശേഷം വന്നത് രജമ്മയുടെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരാണ്. അപ്പോൾ അതിന് ശേഷം മിഥുനേട്ടനും അപ്പും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ഫയാസാക്ക, അവരുടെ വൈഫ്, എല്ലാ കുട്ടികളും എൻ്റെ ഫേസിൽ അതൊക്കെ കണ്ടാണ്ട് ഭയങ്കര എന്താ പറയുക, എന്താ ഈ കോലം കണ്ടിട്ടുള്ള നോട്ടമായിരുന്നു. കാരണം കുട്ടികൾക്കൊക്കെ അത് ആദ്യമായിട്ട് കാണല്ലേ, അപ്പോൾ അവരൊക്കെ ആ ഒരു രീതിക്കുള്ള നോട്ടമായിരുന്നു. പിന്നെ അതാ ഞങ്ങളെ നെയ്ബേഴ്സാണ് അനു, ഇന്നു. പിന്നെ അതിന് ശേഷം വന്നിട്ടുള്ളത് അമ്മയുടെ ബാങ്കിൽ ഉള്ള വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം അവരൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞങ്ങൾ കുറച്ച് മുന്നേ പ്രാക്ടീസൊക്കെ നടത്തിയത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഡാൻസ് പരിപാടി ഒന്ന് എല്ലാവരും പോണേ മുന്നേ ഒന്ന് സെറ്റാക്കി അയച്ചൊരു ജസ്റ്റ് വീഡിയോ എടുക്കേണ്ട കരുതി. ബാക്കിയൊക്കെ
ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് കേക്ക് കട്ടിങ് ആണ്. കാരണം ആനിവേഴ്സറി പ്രോഗ്രാമായിട്ടൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് അതിൻ്റെ കേക്ക് കട്ടിങ് കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ മേടിച്ച് സെറ്റാക്കിയെങ്കിൽ പക്ഷേ കേക്ക് ടൈമിന് കൊണ്ടുവരാൻ ഞങ്ങളൊന്ന് വിട്ടു. കാരണം എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞാലാണ് കേക്കിൻ്റെ കാര്യം തന്നെ ഓർമ്മ വന്നത്. അപ്പോൾ പെട്ടെന്ന് പോയി കൊണ്ടുവന്നാണ്ട് ഉള്ള റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും വെച്ചാണ്ട് കേക്ക് കട്ട് ചെയ്യാൻ നിന്നു. അപ്പോൾ എന്താ പറയുക, ആനിവേഴ്സറി അന്ന് ആ ദിവസത്തിന്, അതായത് സെപ്റ്റംബർ 8 വലിയ പരിപാടിയായിട്ടൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പോൾ അതും വളകാപ്പും കൂടെ ഒരുമിച്ച് കഴിക്കുക എന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. അപ്പോൾ പ്ലാനാകെ മാറിയുണ്ട്. ഏതായാലും എല്ലാവരും ഉള്ളതല്ലേ, അപ്പോൾ അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും വന്ന് കേക്കൊക്കെ കഴിച്ചു. എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ പോയി. ഇത് കഴിഞ്ഞിട്ട് വേണം വേറൊരു പരിപാടിയും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, മോം ടു ബീയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാണ്ട് എനിക്കും ലാലുവിനും ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ്ങും എല്ലാവർക്കും കൊടുക്കലും ഇതൊക്കെ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും പോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ചാക്കി വന്നു. അതിനുള്ള അധികം ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒരു ബലൂണൊക്കെ വെച്ച് മോം ടു ബീൻ്റെ ബാൻഡൊക്കെ വെച്ചാണ്ട് ഒരു ജസ്റ്റ് കേക്ക് കട്ടിങ് എന്നുള്ള രീതിക്ക് പ്ലാൻ ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സാനുവാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ലാലുവിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അമ്മമ്മ അച്ഛമ്മ നല്ലൊരു ഉറക്കൊക്കെ പാസ്സാക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ജോലിയായിട്ട് സംസാരിച്ചൊക്കെ നിൽക്കുകയാണ്. മോൻതാട്ടനും ഉണ്ണിയേട്ടനും സീനും കൂടിയാണ് ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ 2 പേര്, ഇവർ 2 പേര് പറഞ്ഞാൽ ചെറിയ നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ്. അവർ ചേച്ചി വീഡിയോ എടുക്കുകയാണോ, ഞങ്ങളും കൂടി വ്ളോഗിൽ കൂട്ടി വെച്ചാണ്ട് അങ്ങനെ വന്നിട്ട് ഞങ്ങൾ കളിക്കുക, ഞങ്ങൾ വീഡിയോ എടുത്താണ്ട് വ്ളോഗിൽ ഇട്ടാൽ മതിയാണ്. അപ്പോൾ അവരെയും കൂടി വീഡിയോയിൽ ഞാനങ്ങനെ ആഡ് ആക്കിയതാണ്. അപ്പോൾ മോം ടു ബിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയ കേക്കാണത്. ഞങ്ങൾ എല്ലാ തവണത്തെ പോലെ മോങ്ങത്തു നിന്ന് തന്നെയാണ് കേക്കൊക്കെ മേടിച്ചിട്ടുള്ളത്. ഞങ്ങൾ സ്വീറ്റ് ഹോമിൽ നിന്ന് തന്നെയാണ് കേക്കൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ നേരത്തെ എല്ലാവരും ഇങ്ങനെ വിളിച്ച് കൂട്ടണമല്ലോ. കാരണം ഓരോരുത്തരും ഓരോ സൈഡിലാണ്. ഇങ്ങനെ എന്തൊക്കെ പരിപാടി എന്നുള്ളത് കറക്റ്റ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ പരിപാടി ഉണ്ട്. ഞങ്ങൾ പ്ലാനിങ്ങും കാര്യങ്ങളും ആരുടെടുത്തും വല്ലാതെ പറഞ്ഞിട്ടില്ല. ഒക്കെ സസ്പെൻസ് ആയിട്ടുള്ള പരിപാടികളായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്നതിന് ശേഷം രാവിലെ പോയിട്ട് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ വിളിച്ച് ഇങ്ങനെ കൂട്ടി. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനെ ചെറുതായിട്ടൊന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അച്ഛനെ തിരഞ്ഞു പോയതാണ് ലാലു. അപ്പോൾ ഞാൻ അച്ഛനെ ഞാൻ വിളിച്ചുകൊണ്ട് കാരണം അപ്പോൾ അച്ഛനത് കേക്ക് കട്ട് ചെയ്യേണ്ട കാരണം അപ്പോൾ അച്ഛൻ വേഗം തന്നെ പാഞ്ഞു. അപ്പം ഇവിടെ എല്ലാവരും കേക്ക് കട്ടിങ്ങനെ അച്ഛനാണ് മുന്നിലേക്ക് വരിക. അച്ഛന് കേക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം എൻ്റെ കട്ട് ചെയ്യാൻ വരുന്ന കണ്ടപ്പോൾ ലാലു വേഗം കൊണ്ട് പിടിച്ചു മാറ്റി. എന്താ പറയുക, അച്ഛന് അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേക്കിൻ്റെ വായിലൊക്കെ വെച്ച് വന്നു. മുറിക്കേണ്ട താമസമല്ല. പിന്നെ ഇവിടുത്തെ കുട്ടികൾ, ഏറ്റവും ചെറിയ കുട്ടികൾ തന്നെ ആദ്യം തന്നെ വന്നിട്ട് കേക്കിന് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഓരോ സംസാരം കാര്യമായിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോൾ പ്ലാനിങ്ങിലുണ്ടായിരുന്നു എല്ലാ പരിപാടികളും ഒരുവിധമൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് വിചാരിച്ചാലും അധികം ഗംഭീരമായിട്ട് തന്നെ പരിപാടികളൊക്കെ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. ഏതായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നല്ലോ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഈ ഡ്രസ്സിലും കൂടെ എടുക്കാൻ വിചാരിച്ച് എല്ലാവരും കൂടെ കൂട്ടി ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങി. അപ്പം ആദ്യം തന്നെ ഞാനും ലാലും കുറച്ച് ഫോട്ടോസ് എടുത്തു. അതിന് ശേഷം അച്ഛൻ, അമ്മായിമാർ അങ്ങനെ എല്ലാവരും വന്നാണ്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. ഈ ഒരു ടൈമായപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ടയേർഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫേസിലൊക്കെ എല്ലാവരും നല്ലോണം കാണുന്നുണ്ടായി. ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അമ്മേൻ്റെ ഫേസൊക്കെ കണ്ടാൽ തന്നെ നല്ലോണം അറിയാം. അപ്പോൾ ഈ ടൈമിൽ ഞാൻ മിന്നുവിനോട് ഫോൺ ഏൽപ്പിച്ചു ബാക്കി വീഡിയോസൊക്കെ എടുക്കാൻ. ഇനിയുള്ളതൊക്കെ അവൾ കാട്ടിക്കൂട്ടലാണ്. അതൊക്കെ കൂടെ ഒന്ന് കണ്ടോക്കാം. ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. അങ്ങനെ സൂപ്പറാ? എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ? ഭക്ഷണം സൂപ്പർ ആയിരുന്നു. കപ്സ് സൂപ്പർ, ബിരിയാണി അതിലും സൂപ്പർ. മാമനോ? ഫുഡ് ഞങ്ങൾ ഡാൻസ് അടിപൊളി. ഓ നീതൊക്കെ ഫോൺ കളിച്ചിരിക്കുന്നു. ശാന്തമായി ഉറങ്ങുന്നു. എന്താ കുട്ടി ഇവിടെ പരിപാടി? മോൻചാട്ടന്റെ വീഡിയോ എടുക്കല്, ഫോട്ടോ എടുക്കല് ഗായ്സ് ഇവിടെ. ഓ
സെറ്റപ്പിലായിരിക്കും. നേരെ പോകുന്നു. മിൻറ്റ് ചേച്ചി സ്റ്റോറി ഇടുന്നു. മനീഷ് ചേച്ചി കുട്ടീനെ നോക്കുന്നു. മനീഷ് ചേച്ചി, സിദ്ധു ഇവിടെ വർത്താനം പറഞ്ഞിട്ടോ. ഇവിടെ നാട്ടു വർത്താനം പറഞ്ഞിക്കാണ്, കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞുകൊടുക്കാണ്. ഞാൻ അടുക്കള പോവാ. ഓരോ കുട്ടികളൊക്കെ പോണു. ഇവിടെ എന്താ വീഡിയോ എടുക്കണേ. ഇവിടെ പരന്നെടുക്കുന്നു ഗൈസ്, പരന്നെടുക്കുന്നു. ഇവിടെ ആരും ഇല്ലടെ. നമുക്ക് അമ്മേൻ്റെ അടുത്ത് പോവാ. കരയിപ്പിച്ചു ഗൈസ്, കരയിപ്പിച്ചു. ലാലുതാ പോണ്. അങ്ങനെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും ഗംഭീരമായിട്ട് തന്നെ പരിപാടിയൊക്കെ എന്തായാലും സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണെന്ന് വിചാരിച്ചാൽ അത് എല്ലാ കാര്യമാണെങ്കിലും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും ഒരു പടി മുന്നായിട്ട് തന്നെ ഞങ്ങൾ പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇനി വന്നവരാണെങ്കിലും വന്നവരുടെ അടുത്തുനിന്ന് അതായത് എല്ലാം സെറ്റാക്കാൻ പറ്റിയിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങളാണെങ്കിലും വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും ഫുഡാണെങ്കിലും പരിപാടി സെറ്റാക്കിയതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനിയും ഇതേപോലെ വീഡിയോസൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ലച്ചൂസ് വ്ലോഗ്.